ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അതായത് കേരള റെസ്റ്റോറൻറ്റിലാണ്. പൊതിച്ചോറെന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങളുടെ ഇവിടെ ബസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആക്ച്വലി 15 മിനിറ്റ്സേ ഉള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചതാണ് കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പം ചെറുതായിട്ടൊന്നും മഴ പൊടിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും വളരെ ഊർജ്ജത്തോടെയാണ് നടക്കുന്നത്. കാരണം നല്ല ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണല്ലോ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരാഴ്ചയായി നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഇപ്പോഴാണ് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഇതാണ് പൊതിച്ചോറെന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ ഏകദേശം അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചു എന്ത് വാങ്ങണം എന്ന്. അപ്പോഴാണ് പൊതിച്ചോറ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പൊതിച്ചോറ് പ്ലേറ്റിലാണ് കേട്ടോ വാങ്ങിയത്. കാരണം ഇലയിൽ $1 എക്സ്ട്രാ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തെന്നാൽ പ്ലേറ്റിൽ വാങ്ങി കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുവാണേ. എല്ലാവരും പൊതിച്ചോറ് തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ പാഴ്സലും വാങ്ങി നൈറ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ ഇവിടുത്തെ ഡെക്കറേഷൻ എടുത്തു പറയേണ്ടതാണ്. നല്ല വുഡ് വെച്ചുണ്ടാക്കിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒക്കെയുള്ള ഒരു ഡെക്കറേഷനായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ. പിന്നെ മലയാളം സോങ്സ് ആയിരുന്നു. ഇതാണ് പൊതിച്ചോറ്. പൊതിച്ചോറിനകത്ത് റൈസ്, പിന്നെ പരിപ്പ് കറി, ചെറുപയർ കറി, മീൻ വറുത്തതുണ്ടായിരുന്നു, തോരൻ, മുട്ട പൊരിച്ചത്, ചമ്മന്തി, പിന്നെ പായസവും ഉണ്ടായിരുന്നു കേട്ടോ. മറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെ അപേക്ഷിച്ച് ഇവിടെ കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് കുറവായിരുന്നു. $10 to $20 ആണ് ഫുഡ് ഉള്ളത്. അതായത് മാക്സിമം $20 വരെ ഉള്ളൂ. ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ $18 ആയിരുന്നു മസാല ദോശയ്ക്ക്. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇവിടെ മസാല ദോശയ്ക്ക് $14 ഉള്ളൂ. എല്ലാത്തിലും നല്ല പ്രൈസ് കുറവായിരുന്നു. ഈ പൊതിച്ചോറിന് $14.5 ആയിരുന്നു കേട്ടോ. പിന്നെ കപ്പ ബിരിയാണി, ദോശയുടെ ഐറ്റംസ്, പുട്ടിൻ്റെ ഐറ്റംസ്, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കോഫി, ടീ, പിന്നെ പരിപ്പ് വടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിക്ക മലയാളീസും ഇവിടെ വരാണ്ടിരിക്കില്ലെന്നാണ് തോന്നുന്നത്. ക്രൈസ്റ്റ് ചർച്ചിൽ മിക്ക മലയാളീസും ഇവിടെ വരാറുണ്ട്. നല്ല റിവ്യൂ ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഞങ്ങൾ പാഴ്സലായിട്ട് 2 കപ്പ് ബിരിയാണിയും വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു പാർക്ക് പോലെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തു. അങ്ങനെ അധികം ആരും വന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങ് നടന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ അതിനുശേഷം വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറി. ഭയങ്കര അന്യായ വിലയുണ്ടായിരുന്നു. ഇതിനൊക്കെ $20. പിന്നെ ക്ലിയറൻസ് സെക്ഷൻ ആയിരുന്നു. കുറച്ച് വിലക്കുറവിൽ കിട്ടും. അങ്ങനെ ചേച്ചിമാർ 2-3 ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഇഷ്ടം പോലെ വിൻ്ററിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ ടീഷർട്ടിന് ഏകദേശം എത്രയായിരുന്നു, $49 ആണ്. ഇതൊക്കെ നമുക്കങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇത്രയും വില കൂടുതലാണെന്നുള്ളത്. പിന്നെ വിൻ്ററിനിടുന്ന ജാക്കറ്റൊക്കെ $70 കിട്ടി കേട്ടോ. പിന്നെ ഈ ഷൂസും ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഷൂസും $80 മുകളിലാണ്. 88, $200, $240 ഒക്കെയാണ് ഈ ഷൂസിന് വരുന്നത്. ആക്ച്വലി ഇവിടെ സമ്മറാണ്, അതുകൊണ്ട് വിൻ്ററിനുള്ള ക്ലോത്ത്സൊക്കെ നമുക്ക് വില കുറഞ്ഞ് കിട്ടും. അതാണ് ക്ലിയറൻസ് സെക്ഷനിൽ കുറച്ച് $70 ഈ വിൻ്ററിനിടുന്ന ജാക്കറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ബാഗ് ഐറ്റംസിനാണേലും നല്ല വിലയായിരുന്നു.
പക്ഷെ നമുക്ക് നോക്കി വാങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. ക്ലിയറൻസിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ $80, $90, $100 കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രസ്സുകളൊക്കെ കിട്ടും. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പുറത്തിറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1 പാക്കറ്റ് സ്ട്രോബെറി വാങ്ങിയായിരുന്നു. ഒരു 6 പീസ് ഉണ്ടായിരുന്നു. ഇതിന് $4 ആയിരുന്നു കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.